ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഇന്ന് നിഫ്റ്റി തന്നെ പരിശോധിക്കാം. ഇന്ന് എങ്ങനെ ട്രേഡ് ചെയ്തു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് 84 പോയിന്റിന്റെ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. എന്നാൽ അത് കണ്ടിന്യൂസ് വീണ് നമ്മുടെ അടുത്ത സപ്പോർട്ട് സോണിൽ വന്നു, റിവേഴ്സ് കിട്ടി. ഇവിടെ നിന്ന് വീണ്ടും സെല്ലിംഗ് എന്ന് തോന്നി. ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുണ്ടാവുകയില്ല. പക്ഷേ പ്രീമിയം വളരെ കൂടുതലായിരുന്നതുകൊണ്ട് എടുക്കാൻ കഴിഞ്ഞ ക്വാണ്ടിറ്റി പലർക്കും വളരെ ചെറുതായിരുന്നിരിക്കും. ഏതാണ്ട് 7 മാസം പിന്നിട്ടു മാർക്കറ്റ് വേഴ്സ് എന്ന നമ്മുടെ ചാനൽ ആരംഭിച്ചിട്ട്. അപ്പോൾ ഈ കാലയളവിനുള്ളിൽ ഇതുവരെ രേഖപ്പെടുത്തിയ മുഴുവൻ സപ്പോർട്ട് സോണുകളും ബ്രേക്ക് ചെയ്ത് ഡൗൺവേർഡ് പ്രൈസ് പോന്നിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഫർദർ ലഭിച്ചേക്കാവുന്ന 2 സപ്പോർട്ട് സോണുകളായി 21,140, 20,278 എന്നിങ്ങനെ രേഖപ്പെടുത്തി കൊടുത്തിരുന്നു. എന്നാൽ ഇവിടെ നിന്നൊരു റിവേഴ്സ് വരുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ ആദ്യം ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണും രേഖപ്പെടുത്തി. അതിനു മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ പിന്നീട് ആ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, 84 പോയിന്റിന്റെ മൈനസ് ഓപ്പണിംഗ്, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തന്നെങ്കിലും ഇന്ന് മൊത്തത്തിൽ 1900ഓളം പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഒറ്റ ഡേയിൽ അടിച്ചു തീർത്തത്. അപ്പോൾ ഇന്ന് തന്ന ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളേക്ക് എന്തായിരിക്കാം നമ്മുടെ റെസിസ്റ്റൻസ് ലെവല്, സപ്പോർട്ട് ലെവല്, എങ്ങനെയായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് വരേണ്ടത്, അഥവാ ഓപ്പണിംഗ് അനുസരിച്ച് എങ്ങനെ പോയേക്കാം എന്ന് ഒന്ന് പ്ലാൻ ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. കാരണം ഇന്ന് ഹൈ വോളറ്റാലിറ്റി ആയതുകൊണ്ട് കൃത്യമായ ഒരു സപ്പോർട്ടോ ബ്രേക്ക് ചെയ്ത് ഡൗൺവേർഡ് പോരുകയായിരുന്നുകൊണ്ട് ആർക്കും തന്നെ മനസ്സുറച്ചു നിന്ന് ട്രേഡ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നിരിക്കാം. നാളെയും ഇതേ വോളറ്റാലിറ്റി തന്നെ ആയിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരിക. കാരണം എലക്ഷൻ റിസൾട്ടിന്റെ ഭാഗമാണ് ഇത്. അപ്പോൾ ഇനിയൊന്ന് ഗവൺമെന്റ് രൂപീകരിച്ച് ഒരു ശാന്തമായ സിറ്റുവേഷൻ ആകുന്നവരെ ഒരുപക്ഷെ നല്ല വോളറ്റാലിറ്റി ഉണ്ടായേക്കാം. അപ്പോൾ നമ്മളുടെ നാളത്തെ ട്രേഡിംഗ് ലെവലുകൾ, പ്ലാൻ എന്താണ് എന്ന് നോക്കാം. ഇന്ന് ഈ ഭീകരമായ മൂവ്മെന്റിന് ശേഷം 21,996 എന്ന ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് മൂവ് ആണെങ്കിൽ എന്തായിരിക്കാം നമ്മുടെ ട്രേഡ്, ഞാൻ എങ്ങനെയായിരുന്നിരിക്കാം എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നതിനനുസരിച്ചാണ് ഞാൻ ഇവിടെ എൻ്റെ ട്രേഡിംഗ് ലെവലുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യമായി ലഭിച്ചേക്കാവുന്ന, ഇത് ഒരു കണ്ടിന്യൂസ് മൂവ് ആണെങ്കിൽ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോണായി 22,281.86, 82 ലെവൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലഭിക്കാവുന്ന സപ്പോർട്ടായി 21,723 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു മൈനർ റെസിസ്റ്റന്റ് 22,155 എന്ന ലെവലിലുമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക്, അതായത് 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ റെസിസ്റ്റൻസിന് മുകളിൽ ആദ്യമേ ലഭിച്ചേക്കാമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള 22,281 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ്, 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും ബൈങ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ്, 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് കണക്കാക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ടാർഗറ്റ് ലെവലുകളാവാം. അവ 22,465, 22,706, 22,884, 23,150, 23,221, 23,340 എന്നിങ്ങനെയാണ്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം ഇത്രയും വലിയ ടാർഗറ്റുകളൊക്കെ രേഖപ്പെടുത്തണമോ എന്ന്. എന്നാൽ ഇന്ന് വോളറ്റൈൽ ആയതുപോലെ നാളെ ന്യൂസിനനുസരിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ഉള്ളതെങ്കിൽ ഇതേ വോളറ്റാലിറ്റിയിൽ നാളെ ഒന്നും സംഭവിക്കാത്ത പോലെ മാർക്കറ്റ് കയറിപ്പോയേക്കാം. അപ്പോഴും
മാർക്കറ്റ് നല്ല വോളറ്റൈൽ ആയിരിക്കാം. അതുകൊണ്ട് അല്പം റേഞ്ചിലുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അഥവാ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ, ഞാനിവിടെ രേഖപ്പെടുത്തിയതിൽ ഏതെങ്കിലും ഒന്ന് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഞാൻ ട്രേഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 21,723 എന്ന ലെവലാണ്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിനേക്കാൾ താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം. അങ്ങനെയെങ്കിൽ 21,416, 21,280 എന്ന ഇന്നത്തെ ലോ എന്നിവ ബ്രേക്ക് ചെയ്തേക്കാം. അങ്ങനെ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ലഭിച്ചേക്കാവുന്ന കരുതുന്ന ടാർഗറ്റുകളാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. അവ 21,140, 20,765, 20,278, 19,858 എന്ന ലെവലുകളാണ്. എന്നാലും ഇത്രയൊന്നും വീണു പോരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 20,278 സംഭവിക്കാവുന്ന റേഞ്ചാണ്. എങ്കിലും അത്രയും വലിയ ടാർഗറ്റുകൾ നാളെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ന്യൂസാണ് എല്ലാത്തിൻ്റെയും ബേസ്. ന്യൂസിൽ ആ ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ അതുപോലെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഇതാണ് നാളെ ട്രേഡിംഗ് ലെവലുകളായി ഞാൻ കണക്കാക്കുക. ഇതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റിന് ഞാൻ ട്രേഡ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് ഏത് ഭാഗത്തേക്ക് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ തന്നെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നിഫ്റ്റി ബാങ്കിലെ നാളത്തെ ലെവലുകൾ എന്താണെന്ന് നോക്കാം. 48,094, അതായത് 48,100 ലെവലാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 46,644 എന്ന ലെവൽ ആദ്യത്തെ സപ്പോർട്ട് സോണായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി 47,675 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് ഒരു ബാങ്ക് നിഫ്റ്റിക്ക് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ ആയിരിക്കും ഏറ്റവും നല്ലത്, ബാങ്ക് നിഫ്റ്റി സെൻസെക്സിനൊക്കെ. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രധാനമായും ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 48,094 ആണ്. അതൊരു അപ്പ് മൂവ് ആണ് എങ്കിൽ. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനേക്കാൾ മുകളിലായി ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ തുടർന്ന് പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 48,738, 49,153, 49,729, 50,100, 50,610, 50,892 എന്നീ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ ഒരു ഡയറക്ഷനാണ് നൽകുന്നത് നാളെയെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് ആദ്യത്തെ സപ്പോർട്ടിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ താഴെയായി ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അവ 46,075, 45,955, 45,827, 45,662, 44,837, 44,441 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ നാളത്തെ ട്രേഡിംഗ് ലെവൽ എന്ന് നോക്കാം. 73,260 ആണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന കരുതി രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ 73,260. അതുപോലെ തന്നെ സപ്പോർട്ട് 71,527 ആണ്. നല്ല റേഞ്ചാണ്.
അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ് 73,260 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നെ പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നു എങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ്, 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷണൽ പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കും. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലുകളാണ് 73,671, 74,622, 75,230, 75,661, 76,323, 731 എന്നീ ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ മുകളിലുള്ള, അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ കൃത്യമായും സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി PE ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ് ആദ്യമായി പ്രതീക്ഷിക്കുക എങ്കിലും തുടർന്ന് അതിൽ താഴെ ഒരു 5 മിനിറ്റ്, 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ 70,653, ഇന്നത്തെ ലോയായ 70,235 എന്നീ ലെവലുകൾ പ്രതീക്ഷിക്കും. എന്നാൽ ഇന്നത്തെ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുക, തുടർന്ന് ഡൗൺവേർഡ് ഡിക്ലൈൻ തന്നെ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ 69,900, 69,667, 69,202, 68,547, 67,955 എന്നീ ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ മൂന്ന് ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള ട്രേഡിംഗ് ലെവലുകൾ. നാളെയും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും എല്ലാ ഇൻഡെക്സുകളും വളരെ വോളറ്റൈൽ തന്നെ ആയേക്കാം വാർത്തകൾക്ക് അടിസ്ഥാനമായി. അപ്പോൾ ട്രേഡ് ചെയ്യുന്നവർ കൃത്യമായും സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക. പ്രോഫിറ്റ് കിട്ടാനാണെങ്കിലും വളരെ വലിയ പ്രോഫിറ്റ് കിട്ടിയേക്കാം. എന്നാൽ ലോസ് വരികയാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഏറ്റവും അടുത്ത സ്റ്റോപ്പ് ലോസുകൾ പരമാവധി ഉപയോഗിക്കുക. സ്റ്റോപ്പ് ലോസിൽ കൃത്യമായി എക്സിറ്റ് ആവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധാപൂർവം തന്നെ ട്രേഡ് ചെയ്യുക. ഓപ്ഷൻ നല്ല പ്രോഫിറ്റ് തരും, അതുപോലെ തന്നെ വളരെ വലിയ ലാഭവും തരും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതുകൊണ്ട് ക്വാണ്ടിറ്റി എപ്പോഴും സൈസ്, നിങ്ങളുടെ ട്രേഡിംഗ് സൈസ് ലിമിറ്റ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഗുണകരമായി തോന്നുന്നുവെങ്കിൽ മാത്രം നിരന്തരം നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുകയും ലെവലുകൾ ഉപയോഗപ്രദമാക്കുകയും ഒക്കെ ചെയ്യുന്നവർ അവരവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ഉണ്ടാവട്ടെ, നാളെ നല്ല അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇൻവെസ്റ്റേഴ്സ് എല്ലാം വളരെ ലോസിലായിട്ടുണ്ടാവുക. അപ്പോൾ അത് തന്നെയല്ല, ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല അവസരം തന്നെയാണ്. കാരണം ഇതെല്ലാം താൽക്കാലികമായ ഒരു സിറ്റുവേഷൻ മാത്രമാണ്. ഇതിൽ നിന്നെല്ലാം തീർച്ചയായും നിഫ്റ്റി വളരെ വേഗം തന്നെ, നിഫ്റ്റിയല്ല എല്ലാ ഇൻഡെക്സുകളും വളരെ വേഗം തന്നെ അപ്വേർഡ് സഞ്ചരിക്കാൻ തുടങ്ങും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇത് നല്ല ഇൻവെസ്റ്റിംഗ് അവസരങ്ങൾ കൂടിയായി കാണണം എന്നാണ് അഭിപ്രായം. അപ്പോൾ നാളെ നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.